അക്കാദമിയുടെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഹിന്ദി നെറ്റ് JRF ട്രൈ ചെയ്യുന്നവർക്ക് വേണ്ടി ഹിന്ദിയുടെ സിലബസ് ഏതാണെന്നൊന്ന് പരിചയപ്പെടുത്താൻ. 10 ചാപ്റ്റർ ആയിട്ടാണ് ഉള്ളത്. ആ 10 ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ ചാപ്റ്റർ വൈസ് ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. സെക്കൻഡ് പേപ്പറിന് എല്ലാ എക്സാമിനും ഉള്ളത് 100 ക്വസ്റ്റ്യൻസ്, എല്ലാ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമാണ്. പേപ്പർ 2 ഹിന്ദി സബ്ജക്റ്റ് ആയവർക്ക് ഹിന്ദി സിലബസിന് 4 സെക്ഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് തിരിക്കാം. ഹിന്ദി സാഹിത്യ ഇതിഹാസ്, ഭാഷാ വിജ്ഞാൻ, ഭാരതീയ കാവ്യശാസ്ത്ര, പാശ്ചാത്യ കാവ്യശാസ്ത്രം. പേപ്പർ 2 ഹിന്ദിയിലെ 10 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ 10 ചാപ്റ്റേഴ്സിലായിട്ട് എന്തൊക്കെ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണം എന്നുള്ളത്. कई एक में हमें ज़रूर पढ़ना है ഹിന്ദി ഭാഷ ഓർ ഉസ്ക വികാസ്. ഹിന്ദി ഭാഷ എങ്ങനെ ഡെവലപ്പ് ചെയ്തു വന്നു, ഏതൊക്കെ രീതിയിൽ വന്നു, അങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലുണ്ടാവുക. ഹിന്ദി ഭാഷ തുടക്കം എങ്ങനെയായിരുന്നു, അതിലെ സാഹിത്യങ്ങൾ എങ്ങനെയായിരുന്നു തുടക്കത്തിൽ, പ്രായോഗിക ഭാഷ രീതിയിലും രാഷ്ട്രഭാഷ എന്ന രീതിയിലും രാജഭാഷ എന്ന രീതിയിലും ഹിന്ദി നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു, ഹിന്ദി की ऐतिहासिक पृष्ठभूमि, प्राचीन भारतीय आर्य भाषाएं, मध्यकालीन भारतीय आर्य भाषाएं, पालीस, प्राकृत, शौरसेनी, अर्धमगधी, मगधी, अपभ्रंश और उनकी विशेषताएं, अपभ्रंश, अवहद और पुरानी हिंदी का संबंध, आधुनिक भारतीय आर्य भाषाएं और उनका वर्गीकरण, हिंदी का भौगोलिक विस्तार. കമ്മ്യൂണിക്കേഷൻ അതായിട്ട് എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സഞ്ചാർ മാധ്യമം ഓർ ഹിന്ദി, കമ്പ്യൂട്ടർ ഓർ ഹിന്ദി, ഹിന്ദിക്ക് സംവൈധാനിക സ്ഥിതി, ദേവനാഗരി ലിപിയുടെ വിശേഷതകളും പിന്നെ മാനകീകരണം. സെക്കൻഡ് ചാപ്റ്റർ വന്നിട്ട് പറയുന്നത് ഹിന്ദി സാഹിത്യത്തിന്റെ ഇതിഹാസത്തെ കുറിച്ചാണ്. ഹിന്ദി സാഹിത്യ ഇതിഹാസ് ദർശൻ, ഹിന്ദി साहित्य के इतिहास लेखन की पद्धतियाँ, आदिकाल की विशेषताएं एवं साहित्यिक प्रवृत्तियाँ, रासो साहित्य, आदिकालीन हिंदी का जैन साहित्य, सिद्ध और नाद साहित्य, अमीर खुसरो की हिंदी कविता, विद्यावती और उनकी पदावली तथा लौकिक साहित्य, भक्तिकाल, भक्ति आंदोलन का अखिल भारतीय स्वरूप और उसका अंध प्रादेशिक विशिष्ट, भक्ति काव्य की सामाजिक संस्कृति पृष्ठभूमि, भक्ति काव्य के प्रमुख संप्रदाय और उनका वैचारिक आधार, निर्गुण सगुण कवि और उनका काव्य, രീതികാൽ, രീതികാലത്തെ സംബന്ധിച്ച് വരുമ്പോൾ സാമാജിക് സാംസ്കൃതിക് പൃഷ്ഠഭൂമി, രീതികാൽക്ക് പ്രമുഖ പ്രവർത്തിയാം, രീതിബദ്ധ, രീതിസിദ്ധ, രീതിമുക്ത്, അതിൻ്റെ പ്രവർത്തികൾ എന്തൊക്കെയായിരുന്നു, രീതി കവിയോക്ക ആചാര്യത്വം, രീതി കവികളുടെ ആചാര്യത്വം, എങ്ങനെയാണ് അവരുടെ രീതികൾ ഉണ്ടായിരുന്നത്, അവരെങ്ങനെയാണ്, രീതികാലിക്ക് പ്രമുഖ കവി ഓർ ഉൻക കാവ്യ, രീതികാലത്തിലെ പ്രമുഖ കവികളെയും അവരുടെ കാവ്യവും. അത് നമ്മുടെ മാച്ച് ദ ഫോളോയിങ് ടൈപ്പായിട്ട് വരാം. ഒരു 4 എണ്ണം അല്ലെങ്കിൽ 5 എണ്ണം ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് മാച്ച് ദ ഫോളോയിങ്, 4 കവികളും അവരുടെ കൃതികളും, അത് മാച്ച് ദ ഫോളോയിങ്, അല്ലെങ്കിൽ അതിന്ന് ജോയിൻ ചെയ്തിട്ട് നമ്മളോട് പറയും ഇതിൽ ഏതാണ് ശരിയെന്ന് ചോദിക്കും. भारतेंदु और उनका युग, पत्रकारिता, 19वीं शताब्दी की हिंदी पत्रकारिता, आधुनिकता की अवधारण, द्विवेदी युग, महावीर प्रसाद द्विवेदी और उनका युग, हिंदी नवजागरण और सरस्वती, राष्ट्रीय काव्य धारा के प्रमुख कवि, स्वच्छंदतावाद और उसके प्रमुख कवि, छायावाद, छायावादी काव्य की प्रमुख विशेषताएं, छायावाद के प्रमुख कवि, प्रगतिवाद की अवधारण, प्रगतिवादी काव्य और उसके प्रमुख कवि, प्रयोगवाद और नई कविता, नई कविता के कवि, समकालीन कविता, समकालीन साहित्य पत्रकारिता, भारतीय उपन्यास के अवधारण, प्रेमचंद पूर्व उपन्यास, प्रेमचंद और उनका युग, प्रेमचंद के പർവർത്തി ഉപന്യാസക്കാർ, പ്രേംചന്ദിന് ശേഷം ഉപന്യാസകാർ ആരൊക്കെയാണ്, 2000 വരെയുള്ളവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചോദിക്കാം. ഹിന്ദി കഹാനി, ഹിന്ദി കഹാനി എടുക്കുമ്പോൾ അതിൽ ഹിന്ദി കഹാനിക്ക് ഉദ്ഭവ और विकास, 20वीं सदी की हिंदी कहानी और प्रमुख कहानी आंदोलन एवं प्रमुख कहानीकार ഉള്ളത് ചോദിക്കാം. പിന്നെ ഹിന്ദി നാടകത്തിൽ നിന്ന് രംഗ് മഞ്ച്, വികാസ് കെ ചരൺ, നാടകത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ആരാണ് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. നാടകം എന്ന് പറഞ്ഞതിന് ഒരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട്, അതൊക്കെയാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഭാരതീയ യുഗത്തിൽ എങ്ങനെയായിരുന്നു നാടകം, പ്രസാദ് യുഗ്, സ്വാതന്ത്ര്യോത്തർ യുഗ്, സാഠോത്തർ യുഗ് ഓർ നയ, പുതിയ നാടകങ്ങളും ഭാരതീയ യുഗത്തിലെയും പ്രസാദ് യുഗത്തിലെയും പ്രസാദോത്തർ യുഗം, പ്രസാദിന് ശേഷമുള്ള യുഗവും സ്വാതന്ത്ര്യോത്തർ യുഗം, അങ്ങനെ നാടകത്തിന്റെ 2000 വരെയുള്ള പ്രമുഖ നാടകകാരന്മാർ ആരൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഹിന്ദി ഏകാംഗിയുടെ രംഗമഞ്ച് ഓർ വികാസ് കെ ചരൺ, എങ്ങനെയായിരിക്കും ഏകാംഗി എന്ന് പറയുമ്പോൾ, ഹിന്ദിക്ക ലോക രംഗമഞ്ച്, നുക്കട് നാടകം എന്താണ്, നാടകങ്ങളുടെ ഓരോ, ഹിന്ദി നിബന്ധത്തിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ, ഉദ്ഭവം, വികാസ്, പിന്നെ ഹിന്ദി നിബന്ധക്കെ പ്രകാർ ഓർ പ്രമുഖ നിബന്ധകാർ, ഹിന്ദി ആലോചനയുടെ ഉദ്ഭവം വികാസവും. രാമചന്ദ്ര ശുക്ല ആലോചനയെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ദ്വിവേദി എന്താണ് പറഞ്ഞിരിക്കുന്നത്, പ്രസാദ്
എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള നമ്മൾ പ്രാധാന്യമില്ല എന്ന് കരുതുന്ന ഭാഗങ്ങളൊന്ന് വായിച്ചു പോകണം. അത് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇന്നാൾ ഇന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസിൽ വൺ വേർഡ് എന്നുള്ള നിലയ്ക്ക് ഒരിക്കലും പഠിക്കരുത്. പ്രൊഫസറുടെ ക്വാളിഫിക്കേഷനിലേക്ക് എത്താനുള്ള എക്സാം ആകുമ്പോൾ അതിൻ്റെതായ സീരിയസിൽ നമ്മൾ പഠിക്കണം. പ്രമുഖരായിട്ടുള്ള ആലോചകർ ഏതൊക്കെയാണ്? ഹിന്ദിക്ക് അന്യഗദ്യവിധായ രേഖാചിത്ര, സംസ്മരൺ, യാത്രാ സാഹിത്യ, ആത്മകഥ, ജീവനി ഓർ റിപ്പോർട്ടാജ്, ഡയറി. ഏത് നോവലിലെ ആണ്, ഇത് ആരുടെ നോവലിലെ ആണെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഏത് കഥാപാത്രത്തിൻ്റെ ഡയലോഗാണ് അതൊക്കെ ചോദിക്കാം നമ്മളോട്. അപ്പോൾ നമ്മളൊരു നോവൽ, ഒരു കഥ എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡയലോഗ്സ്, മെയിൻ ക്യാരക്ടേഴ്സ്, ഏതൊക്കെ ക്യാരക്ടേഴ്സ്, അപ്പോൾ ആ ക്യാരക്ടേഴ്സ് പഠിച്ചു വയ്ക്കണം. അവർ പറഞ്ഞ പ്രശസ്തമായ ഡയലോഗ് ഉണ്ടെങ്കിൽ അത്, ഒരു നാടകത്തിലാണെങ്കിൽ അതൊക്കെ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടതുണ്ട്. ഇക്കായി തീൻ സാഹിത്യശാസ്ത്രമാണ്. അപ്പോൾ മൂന്നാമത്തെ ചാപ്റ്ററായ സാഹിത്യശാസ്ത്രത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. കാവ്യക്ക് ലക്ഷൻ, കാവ്യഹേതു ഓർ കാവ്യപ്രയോജൻ. അപ്പോൾ കാവ്യം എന്ന് പറഞ്ഞാൽ എന്ത്, കവിത എന്നാൽ എന്ത്, കാവ്യത്തിന് ഹേതുവായിട്ടുള്ളത് എന്ത്, കാരണങ്ങളായിട്ടുള്ളതും പ്രയോജനമായിട്ടുള്ളതും, അവയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്. കാവ്യം എന്ന് പറഞ്ഞാൽ അവയുടെ ലക്ഷണം, കാരണങ്ങൾ, പ്രയോജനങ്ങൾ, അതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. കാവ്യത്തിന്റെ പ്രമുഖ സമ്പ്രദായങ്ങൾ ഏതൊക്കെയാണ്? രസ, അലങ്കാർ, രീതി, ധ്വനി, വക്രോക്തി ഓർ ഔചിത്യം, അതൊക്കെയാണ് സമ്പ്രദായ और സിദ്ധാന്തത്തിൽ വരുന്നത്. രസ് നിഷ്പത്തി, സാധാരണീകരൺ, ശബ്ദശക്തി, കാവ്യഗുण, കാവ്യദോഷ്, പ്ലേറ്റോ के കാവ്യ സിദ്ധാന്ത്. പ്ലേറ്റോയുടെ കാവ്യ സിദ്ധാന്തം ചോദിക്കുന്നത്. അർസ്തുവിന്റെ അനുകरण സിദ്ധാന്ത്, വിരേചൻ സിദ്ധാന്ത്, वर्ड्सवर्थ का काव्य भाषा सिद्धांत, कार्ल रिज कल्पना और फैंटेसी, टी.एस. इलियड की निर्वैयक्तिकता का सिद्धांत, परंपरा की अवधारण, I.A. रिचर्ड्स मौल्य सिद्धांत, संप्रेषण सिद्धांत तथा काव्य भाषा सिद्धांत, रूसी रूपवाद, नई समीक्षा, मिथक, फैंटासी, കൽപ്പന, പ്രതീക്, ബിംബ്. അപ്പോൾ സാഹിത്യശാസ്ത്രത്തിൽ നിന്ന് ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. ലളിതം അക്കാദമിയുടെ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്പെട്ടു എന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.